കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവകൃപാലും സർവശക്തനും അതിമഹത്വമുള്ള നാമമുള്ള കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് സഭ എന്നതിനെക്കുറിച്ചാണ്. ഇന്നത്തെ വിഷയം തന്നെ അതാണ്, ടോപ്പിക്ക്. സഭ എങ്ങനെയാണ് ഉണ്ടായത്, സഭ എന്താണ്? മത്തായി 16:18 നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം മത്തായി തന്നെയാണ് എഴുതപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്, ഗ്രന്ഥകർത്താവ് മത്തായി തന്നെയാണ്. ഇതിനകത്തെ ടോപ്പിക് ഇതാണ്, വിഷയം ഇതാണ്. യേശു മശിഹയ രാജാവെന്നാണ്. ഇത് എഴുതിയ കാലം 60 എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമാണല്ലോ മത്തായി. ജീവനുള്ള ദൈവത്തെക്കുറിച്ചാണ് ഇതിനകത്ത്, പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മശിഹയെ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന 16:16 അവതരിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തെ ഒന്നാമതായി ചേർത്തിരിക്കുന്നു, ഉചിതമായിരിക്കും. ഈ വേദപുസ്തകത്തിലെ ഗ്രന്ഥകർത്താവിൻ്റെ യേശുവിൻ്റെയും 12 ശിഷ്യന്മാരിൽ ഒരുവനായ മത്തായി തന്നെയാണ് ഈ സുവിശേഷത്തിൻ്റെ വാക്താവും എഴുതപ്പെട്ട ആളും. മർക്കോസിൻ്റെ സുവിശേഷം റോമർക്ക് വേണ്ടിയും മർക്കോസിൻ്റെ മുഖപുര കാണുക. ലൂക്കോസിൻ്റെ സുവിശേഷം തെയോഫിലോസിനും എല്ലാ ജാതീയ വിശ്വാസികൾക്കും വേണ്ടിയാണ് എഴുതപ്പെട്ടത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം യഹൂദ വിശ്വാസികൾക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടത്. ഈ സുവിശേഷം യഹൂദ പശ്ചാത്തലം പല വിധത്തിൽ വ്യക്തമാണ്. ദീർഘമായി ഒരു കാത്തിരിപ്പ് മശിഹയാണെന്ന് അവർ കാത്തിരിക്കുന്ന ഒരു വേദപഠനമാണിത്, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സഭയെ സഭയെ ചേർത്തുകൊണ്ടാണല്ലോ ഇത് എഴുതപ്പെട്ടത്. നീ പത്രോസ് ആകുന്നു, മത്തായി 16:18 ഒരിക്കൽ കൂടി വായിക്കുന്നു. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നുണ്ട്. മത്തായി ചുങ്കക്കാരനാണെന്നല്ല നമുക്കറിയാം, ഞാൻ അതുകൊണ്ടൊന്നും പറയുന്നില്ല. ചുങ്കസ്ഥലത്തു നിന്നാണ് കർത്താവ് വിളിച്ച് വേർതിരിച്ചത്. മത്തായി കണ്ടപ്പം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റിയ ആളാണെന്ന് കർത്താവിന് മനസ്സിലായി. അങ്ങനെ മത്തായിയെ വിളിച്ച് വേർതിരിച്ചതാണ് കർത്താവ്. സഭ അഥവാ എക്ലീസിയ എന്ന ഗ്രീക്ക് പദത്തിനെ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനങ്ങളുടെ കൂട്ടമെന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. പുതിയ നിയമത്തിൽ പ്രധാനമായും ദൈവത്തെ ആരാധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന ദൈവരാജ്യത്തിലെ ക്രിസ്തുവിലുള്ള പൗരന്മാരെയാണ് അവർ ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ഉപദേശം സഭ ഇപ്പോൾ മത്തായി 18:17 നമുക്ക് കാണാൻ കഴിയും. സർവ്വലൗകിക സഭ. അപ്പോൾ ആ സഭയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഭയെ ദൈവത്തിൻ്റെ ജനമെന്ന നിലയിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ സഭയെ കാണിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ജനം എന്നുള്ള നിലയിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, അല്ല ഊന്നി പറഞ്ഞിരിക്കുന്നതും അതാണ്. ദൈവത്തിൻ്റെ സഭ മുഖാന്തരം സാധ്യമായി തീർന്ന വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിയുടെ കൂട്ടമെന്നൊക്കെയാണ് സഭയെക്കുറിച്ച് പറയപ്പെടുന്നത്. അപ്പോൾ പരദേശികളായ ജനമാണ്, ഈ ലോകത്തിലുള്ളവരല്ല. അപ്പോൾ ദൈവവുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തി ജീവിക്കുന്ന ഒരു സമൂഹമായിരിക്കുക എന്നതാണ് അവരുടെ പ്രാഥമിക കർത്തവ്യം, അല്ലെങ്കിൽ ഉദ്ദേശം. ഇങ്ങനെയൊക്കെയാണ് സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സഭയെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമാണല്ലോ, നമുക്കറിയാം. സഭയെന്ന് പറഞ്ഞാൽ ഒരു വീടോ കുടുംബമോ ഒന്നുമല്ല, അതൊരു കൂട്ടം ആൾക്കാരെയാണ് സഭയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്തിൽ നിന്നും വിളിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുന്ന, ലോകത്തു നിന്നുള്ള വേർപാട് സഭയിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ഗുണമാണ് സഭയ്ക്കുള്ളത്. കർത്താവ് അവരുടെ ദൈവവും ആയിരിക്കുന്നു എന്ന പ്രതിഫലം അവർക്ക് ലഭിക്കുന്നു എന്നൊക്കെയാണ് ഈ സഭയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. സഭ എന്ന് പറയുന്നത് അതങ്ങനെ തന്നെയാണ്. സഭയെക്കുറിച്ച് കർത്താവ് 3 സഭ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് കേൾക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. സഭ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മന്ദിരമാണ്. സഭയെക്കുറിച്ചുള്ള ഈ സത്യം അനീതിയിൽ നിന്നും ലൗകികമായി ജാതീയമായ അസന്മാർഗികത്വത്തിൽ നിന്നുള്ള
വേർപാട് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ സഭയെന്ന് പറഞ്ഞാൽ വേർപാട് അനുഷ്ഠിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഇത് കാണാൻ കഴിയുന്നത്. 4, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. സഭാ അംഗങ്ങൾക്ക് ക്രിസ്തുവിനുള്ള ശക്തമായ ബന്ധം കൂടാതെ ഒരു യാഥാർത്ഥ്യം സഭയെ നിലനിൽക്കുന്ന വസ്തുതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ തല ക്രിസ്തുവാണ്. കൊലോസ്യർ 1:18. അപ്പം ശരീരത്തിൻ്റെ തല കർത്താവായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. തല ക്രിസ്തുവാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 5, സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്നു. രണ്ടും ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയും ഭക്തിയും ക്രിസ്തുവിനെ സഭയോടുള്ള സ്നേഹത്തെയും അടുത്ത ബന്ധത്തെയും ആണിത് കാണിക്കുന്നത്. അപ്പം സഭ ആരാണ്? സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്നു. അപ്പോൾ സഭയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഈ വാക്യത്തിൻ്റെ തന്നെ. 6, സഭ ഒരു ആത്മീക കൂട്ടായ്മയാണ്. അപ്പോൾ സഭ ഒരു ആത്മീക കൂട്ടായ്മയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവിൻ്റെ ഐക്യത അവിടെ ഉണ്ട്. എല്ലാ കാര്യം ആത്മീകത്തിൽ മാത്രം ചെയ്തെടുക്കണമെന്നാണ് ഇത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ കുറിക്കുന്നത് കാണുന്നു ആത്മാവുള്ള സ്നാനം. അപ്പോൾ ആ സഭയിൽ ആത്മാവുള്ള സ്നാനമുണ്ട്, ഒരു കൂട്ടായ്മ ഉണ്ട് എന്നീ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ കൂട്ടായ്മ പ്രത്യക്ഷമായ സ്നേഹവും കരുതലും പരസ്പരം വെളിപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ പ്രത്യക്ഷമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ, പ്രത്യക്ഷമായ കാര്യങ്ങൾ അവിടെ നടക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് ആലോചന പറയുന്നത്. സഭ എന്നതൊരു ആത്മീക ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെയും കൃപാവരങ്ങളെയും സഭ ശുശ്രൂഷിക്കുന്നത് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കൃപാവരങ്ങളുണ്ട് സഭയിൽ, അതായത് ആത്മീക ശുശ്രൂഷയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഉണ്ട്, കൃപാവരങ്ങളാണ് സഭ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ. 8, സഭ ആത്മീയ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സൈന്യമാണ്. ആത്മാവിൻ്റെ വാളിനാലും ശക്തിയാലും സഭ പോരാടുന്നത്. എഫേസ്യർ 6:17. സഭ സാത്താനും പാപത്തിനുമെതിരെ ആത്മീയ പോരാട്ടം നടത്തുന്നു. സഭ യോദ്ധാവിനെ പോലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനമെന്ന വാൾ വീശിയടിക്കുന്നു. സാത്താൻ്റെ അധീനതയിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികളെയും ജയിക്കുന്നു. അപ്പോൾ സഭയിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഭ എന്നൊരു ആത്മീക ശുശ്രൂഷയാണ്. 2, പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ കൃപാവരങ്ങൾ ഉണ്ട് അവിടെ. സഭ ശുശ്രൂഷിക്കുന്നതാണ്. അതേപോലെ തന്നെ സഭ ആത്മീക പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സൈന്യമാണ് സഭ. ഇപ്പോൾ എത്ര കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സൈന്യമാണ് സഭ. ആത്മാവിൻ്റെ വാളുള്ള സഭയാണ്, ശക്തിയുള്ള സഭയാണ്, അതേപോലെ പോരാടുന്ന സഭയാണ്. സഭ സാത്താന്യ പാപത്തിനെതിരെ ആത്മീക പോരാട്ടം നടത്തുന്ന അത് സഭയാണ്. അപ്പോൾ സഭ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഭ യോദ്ധാവിനെ പോലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനമെന്ന വാൾ വീശി അടിക്കുന്ന ഒരു സ്ഥലമാണ് സഭയെന്ന് പറയുന്നത്. സാത്താൻ്റെ അധീനതയിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്നതാണ് സഭ. എല്ലാ അന്ധകാര ശക്തികളെയും ജയിക്കുന്നതാണ് സഭ. 9, നമുക്കിവിടെ കാണാൻ കഴിയുന്ന 9, സഭ സത്യത്തിൻ്റെ അടിസ്ഥാനവും തൂണുമാണ്. 1 തിമോത്തിയോസ് 3:15. ഒരു കെട്ടിടത്തെ അതിൻ്റെ അടിസ്ഥാനം താങ്ങി നിർത്തുന്നത് പോലെ ദൈവം വെളിപ്പെടുത്തിയ സത്യത്തെ സഭ താങ്ങി നിർത്തുന്നു. ആ സത്യത്തെ ദുർവ്യാഖ്യാനികളുടെ മേൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണം. അപ്പോൾ ആ സഭയെ ദൈവം ഒരു സത്യത്തിൻ്റെ തൂണ് പോലെ താങ്ങി നിർത്തിയിരിക്കുകയാണെന്നാണ് ഇവിടെ നാം കാണുന്നത്, ഇവിടെ നാം വായിക്കപ്പെടുന്നത്, ഇവിടെ നാം പറയപ്പെടുന്നത്. അപ്പോൾ അടിസ്ഥാനം താങ്ങി നിർത്തുന്നത് പോലെ ദൈവം വെളിപ്പെടുത്തിയ സത്യത്തെ സഭ താങ്ങി നിർത്തുന്നു. ദൈവം വെളിപ്പെടുത്തിയ സത്യത്തെ സഭ താങ്ങി നിർത്തുന്നു. അന്ധകാര ശക്തികളെയും ജയിക്കുന്നു സഭ. 9, സഭ സത്യത്തിൻ്റെ അടിസ്ഥാനവും തൂണാണ്. 10, ഭാവി പ്രത്യാശയ്ക്കുള്ള ഒരു ജനമാണ് സഭ. ഭാവി പ്രത്യാശയ്ക്കുള്ള ഒരു ജനമായിട്ട് സഭയെ രൂപീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെയാണ് ഈ പ്രത്യാശ ഉറപ്പിച്ചിരിക്കുന്നത്.
ദൈവിക ദർശനം പ്രാപിച്ച, ദൈവിക നിയോഗം പ്രാപിച്ച മത്തായിയാണ് ഈ സഭയോട് ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നത്, ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. ജനത്തിന് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെയാണ് സഭ കാണിച്ചിരിക്കുന്നത്. ആ പ്രത്യാശ ഉറച്ചിരിക്കുന്നതാണ്. സഭ അദൃശ്യവും 11 ദൃശ്യവുമാണ്. ക്രിസ്തുവിലുള്ള തങ്ങളുടെ സജീവ വിശ്വാസത്താൽ സംയോജിക്കപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യ വിശ്വാസികളുടെ കൂട്ടമാണ് അദൃശ്യ സഭ. വിശ്വസ്തരായ ജയാളികളെ ഉൾക്കൊള്ളുന്ന പ്രാദേശിക കൂട്ടങ്ങളാണ് ദൃശ്യമായ സഭ. ഇപ്പോൾ കാണുന്ന സഭ പ്രാദേശിക വിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സഭയാണ്. വിശ്വാസികളെന്ന് അപമാനിക്കുന്ന വ്യാജ ക്രിസ്ത്യാനികൾ, 2 വീണുപോയവർ, ആത്മീകമായി മരിച്ചവർ 3-1, ശീതോഷ്ണവാന്മാർ എന്നിവരുടെ, ഇപ്പം വെളിപ്പാട് പുസ്തകത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇക്കൂട്ടങ്ങളുണ്ട്. പുതിയ നിയമസഭയുടെ അത്യാവശ്യ സ്വഭാവ ഗുണങ്ങളെന്ന കുറിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സഭയിൽ എങ്ങനെ ഈ പത്രോസ് എന്ന് പറഞ്ഞ ആൾ, അല്ലെങ്കിൽ ഈ പത്രോസിനെ കുറിച്ച് കർത്താവ് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തപ്പെട്ട ഒരാളാണ് ഈ പത്രോസ് എന്ന് പറയുന്നത്. ആർക്കുമില്ലാത്തൊരു കൃപാവരം, ആർക്കുമില്ലാത്തൊരു വെളിപ്പാട്, ആർക്കുമില്ലാത്ത ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് ഈ പത്രോസ് എന്ന് പറയുന്നത്. പത്രോസ് മരിച്ചത് നമുക്കറിയാം. പത്രോസ് ഇപ്പോഴും പറയുന്ന ചരിത്രം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ചരിത്രകാരന്മാർ പറയുന്ന കർത്താവിനെ ക്രൂശിച്ച് മേളിലോട്ടാണല്ലോ. അപ്പം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, എന്നെ ക്രൂശിക്കുന്നത് കർത്താവിൻ്റെ കാൽപാദത്തെ ചുംബിച്ചുകൊണ്ട് ഞാൻ കിടന്ന് മരിച്ചോളാം. അതുപോലെ ആ ആജ്ഞപ്രകാരം, അപേക്ഷപ്രകാരം, അദ്ദേഹത്തിൻ്റെ അപേക്ഷപ്രകാരം അങ്ങനെ തന്നെ ചെയ്യുവാനിടയായി പടയാളികൾ. അങ്ങനെ തന്നെ ചെയ്യാൻ യേശു കർത്താവിൻ്റെ കാലത്ത്, കർത്താവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം കാണാൻ കഴിയുന്നു. പത്രോസ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസിൻ്റെ നിഴൽ തട്ടാൻ വേണ്ടിയൊക്കെയും ആൾക്കാരെ കൊണ്ട് കിടത്തി അങ്ങനെ അനേക രോഗികളെ പത്രോസ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു പത്രോസ്. ആ പത്രോസിനോടാണ് കർത്താവ് പറഞ്ഞത്, മത്തായി 16:18 പറയും, നീ പത്രോസാകും, നീ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല ഞാൻ നിന്നോട് പറയുന്നു. അതുപോലെ പത്രോസ് അനേക ശുശ്രൂഷകൾ അപ്പോസ്തല പ്രവർത്തിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി തന്നെ ഒരു ചരിത്ര പുസ്തകമാണല്ലോ. അതിനകത്തൂടെ നമുക്ക് കാണാൻ കഴിയുന്ന പത്രോസ് അനേകരെ രക്ഷിക്കപ്പെടുത്തി, മാളികമുറിയുടെ അനുഭവം അനേകർ കൂടി പറഞ്ഞു കൊടുക്കുകയും അനേകരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും. ആദ്യത്തെ പ്രാവശ്യം പത്രോസിൻ്റെ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം 5000 പേർ രക്ഷിക്കപ്പെട്ടു. അനേക രോഗികളെ സൗഖ്യമാക്കി. പത്രോസും യോഹന്നാനും 3-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പത്രോസിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരത്തെ തകർത്തുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചും മറ്റുള്ളവർ നിന്ദിച്ച് പരിഹസിച്ച് പഠിപ്പില്ലാത്തവൻ, ഒന്നുമില്ലാത്ത ആൾക്കാർ, മീൻപിടിക്കാരനെന്നൊക്കെയും പറഞ്ഞ് ഒത്തിരി പരിഹസിച്ചെങ്കിലും പത്രോസ് കർത്താവുമായിട്ട് ചേർന്ന് നടന്ന് പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞുവെങ്കിലും പത്രോസ് മടങ്ങി വന്നു, കരഞ്ഞു, കേണപേക്ഷിച്ചു കരഞ്ഞു. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാൽവറിയിൽ കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ സമയത്ത് പത്രോസിനെ 3 പ്രാവശ്യം സ്ത്രീയുടെ മുമ്പിൽ തള്ളി പറഞ്ഞപ്പോഴും, ഈ 2 പ്രാവശ്യം 3 പ്രാവശ്യം എന്നെ തള്ളുമ്പോൾ 2 പ്രാവശ്യം കോഴി പോകുമെന്നൊക്കെ കർത്താവ് പറഞ്ഞു. അതുപോലെ സംഭവിക്കുമെങ്കിൽ പത്രോസ് ആ സമയത്ത് തന്നെ മടങ്ങി വന്ന് കരഞ്ഞ്, ദൈവപാദപീഠത്തിൽ കടന്ന് കരഞ്ഞ് പറഞ്ഞ് മടങ്ങി വരുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസിനെ കുറിച്ച് കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്രകാരം ഒരു പത്രോസിനെ പോലെ തന്നെ ആ പത്രോസിനോട് പറഞ്ഞു, ഈ പത്രോസാകുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ പത്രോസിനെ പാറ കഷ്ണമെന്നാണ് കർത്താവ് വിളിക്കുവാനിടയായത്. അപ്പോൾ ആ പാറ കഷ്ണം ആകുന്നു. അപ്പോൾ അത്രമാത്രം കട്ടിയുള്ള ഒരു മനുഷ്യനാക്കി ദൈവം പത്രോസിനെ മാറ്റിയെടുക്കുവാനും ദൈവിക ദർശനങ്ങളും വെളിപ്പാടുകളും പ്രാപിച്ചെടുക്കുവാനും അനേക കാര്യങ്ങൾ സഹിക്കുവാനുള്ള കഴിവും ആ സമയം തന്നെ ദൈവം പത്രോസിനെ പത്രോസിനെ ഒരു പ്രത്യേകമായ ഒരു രീതിയിൽ, അല്ലെങ്കിൽ പ്രത്യേകമായൊരു വെളിപ്പാടോടും ദർശനത്തോടും ദൈവിക നിയോഗത്തോടും വേർതിരിച്ചു ദൈവിക നിയോഗത്തോടാക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്രകാരമായിരിക്കുവാൻ ഈ നാളുകളിൽ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.